കേരളത്തിൽ നിന്ന് തങ്ങി നിൽക്കുന്നത് ചോരയുടെ മണമാണ്. വ്യത്യസ്തമായ കാരണങ്ങളുടെ പേരിൽ ക്രൂരമായ കൊലക്കത്തിക്ക് ഇരയാകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കൊലപാതക വാർത്തകളില്ലാത്ത പത്രങ്ങൾ ഒരു ദിവസം പോലും ഉണ്ടാകില്ലെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വ്യത്യസ്തമായ കാരണങ്ങളാണ് ഓരോ കൊലപാതകത്തിനും പിന്നിൽ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുതൽ കുടുംബ പ്രശ്നങ്ങൾ, പ്രണയപ്പക, പങ്കാളികൾ വഞ്ചിക്കുന്നുവെന്ന സംശയങ്ങൾ, സമ്പത്തിനു വേണ്ടിയുള്ള ആസക്തി, ദുരഭിമാനം, വ്യക്തിവൈരാഗ്യം, കൊട്ടേഷൻ, അങ്ങനെ പല പല കാരണങ്ങളാണ് ഓരോ കൊലയ്ക്ക് പിന്നിലും ഇന്നുള്ളത്. ഈ അടുത്ത കാലത്തായി നിരവധി നിഷ്ഠൂരമായ കൊലപാതക കഥകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. അതിനിടെയാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പുറത്തു വരുന്നത്. ഒരുപക്ഷെ കേരളം കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ കിടക്കുന്നത് മരവിച്ച മനസ്സോടെ ആയിരുന്നിരിക്കണം. കാരണം സ്വന്തം രക്തബന്ധങ്ങളിൽപ്പെട്ടവരെ അടക്കം കൊലപ്പെടുത്തിയ അഫാന്റെ മുഖമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകങ്ങൾ ഏവരെയും നടുക്കുന്ന വാർത്തയായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം. രാവിലെ 10-നും വൈകിട്ട് 6-നും ഇടയിലാണ് അഫാൻ 5 പേരെ കൊലപ്പെടുത്തിയത്. പേരുമല, ചുള്ളാളം, പാങ്ങോട് എന്നീ 3 സ്ഥലങ്ങളിലായി കൂട്ടക്കൊലപാതകം നടത്താൻ ഏതാണ്ട് 30 കിലോമീറ്ററിലേറെയാണ് പ്രതി തെല്ലും മനസ്താപമില്ലാതെ സഞ്ചരിച്ചിരിക്കുന്നത്. അഫാന്റെ പിതാവിന്റെ മാതാവ് സൽമാ ബീവി, പ്രതിയുടെ അനുജൻ അഹ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതാവിന്റെ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. പ്രതിയുടെ ഉമ്മ ഷമി നിലവിൽ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നമാണ് അഫാനെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഫർസാനയുമായി ജീവിക്കാൻ പണമില്ലാത്തതും കൊലപാതകത്തിന് കാരണമായെന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബവും സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്നതിനാൽ അഫാന് വേണ്ട പണം ലഭിക്കാത്തത് കൊലയിലേക്ക് നയിച്ചെന്നാണ് പോലീസ് പറയുന്നത്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ് ഉറ്റവരെയും ഉടയവരെയും വെട്ടിയും ചുറ്റികയ്ക്ക് അടിച്ചും കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് എത്തിയപ്പോഴാണ് നാട്ടുകാരും ബന്ധുക്കളും കൊലപാതക വിവരം അറിയുന്നത്. 3 വീടുകളിലായി 5 കൊലപാതകങ്ങൾ. പാങ്ങോട് താമസിക്കുന്ന അഫാന്റെ മുത്തശ്ശി 88 വയസ്സുകാരിയായ സൽമാ ബീവിയാണ് അഫാന്റെ ക്രൂരതയ്ക്ക് ആദ്യം ഇരയായത്. തല ഭിത്തിയിലിടിച്ച നിലയിലാണ് വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊലയ്ക്ക് ശേഷം സൽമാ ബീവിയുടെ മാലയുമായി കടന്ന അഫാൻ പിന്നീട് പുല്ലമ്പാറ SN പുരത്തെ ബന്ധുവീട്ടിലെത്തി അച്ഛന്റെ ജ്യേഷ്ഠൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും കൊന്നു. അവിടെയും അഫാന്റെ ക്രൂരത തീരുന്നില്ല. ഈ 3 കൊലപാതകങ്ങൾ നടത്തിയ ശേഷം ഒരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് അഫാൻ പെരുമലയിലെ സ്വന്തം വീട്ടിലെത്തിയത്. തന്നേക്കാൾ 10 വയസ്സിന് ഇളയതായ സഹോദരൻ അഫ്സാന് കുഴിമന്തി വാങ്ങി നൽകി. പിന്നാലെ വൈകിട്ട് 3:30-യോടെ പെൺസുഹൃത്ത് ഫർസാനയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി സ്വന്തം വീട്ടിലെത്തിച്ചു. ശേഷം വൈകിട്ട് 5:30-യോടെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് ഫർസാനയെ കൊലപ്പെടുത്തി. ഇവരൊക്കെ മരിച്ചെന്ന് കരുതി വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷം 6:30-യോടെ വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തുമ്പോഴാണ് നാട്ടുകാരടക്കം ഇക്കാര്യങ്ങൾ അറിയുന്നത്. താൻ 6 പേരെ കൊന്നെന്നും എലിവിഷം കഴിച്ചുവെന്നുമാണ് അഫാൻ സ്റ്റേഷനിലെത്തി പോലീസിന് നൽകിയ മൊഴി. സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലയ്ക്ക് കാരണമായതെന്ന മൊഴിയിൽ അമ്പരന്ന് നിൽക്കുകയാണ് പോലീസ്. ഈ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരാകാത്ത കേരളം ഇന്ന് നിരവധി വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രതിയുടെ മാനസിക വൈകല്യം മുതൽ ഇന്നത്തെ വയലൻസ് നിറഞ്ഞ സിനിമകൾ വരെ ചർച്ചയ്ക്ക് പാത്രമാവുന്നുണ്ട്. കുട്ടികളിൽ ഉൾപ്പെടെ എങ്ങനെ ഇത്ര ക്രൂരത കടന്നുകയറുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ചോദ്യം. ഒപ്പം ബന്ധുക്കൾക്ക് പോലും വില കൽപ്പിക്കാത്ത വിധം മനുഷ്യൻ അധപ്പതിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. അതിനിടയിലും മാർക്കോ, കിൽ, പണി തുടങ്ങിയ സിനിമകളെക്കുറിച്ചും ആളുകൾ സൂചിപ്പിക്കുന്നു. കൊല്ലും കൊലയുമെല്ലാം അറപ്പുളവാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച ഇത്തരം സിനിമകൾ യുവാക്കളെ സ്വാധീനിക്കുമെന്നാണ് ഉയരുന്ന ചർച്ചകൾ. അതോടൊപ്പം തന്നെ കേരളത്തിൽ വ്യാപകമാകുന്ന ലഹരി മരുന്നും പലരും ഉന്നയിക്കുന്ന വിഷയമാണ്. എന്തുതന്നെ ആയാലും സർക്കാരിനൊപ്പം സമൂഹവും ഉണർന്ന് പ്രവർത്തിക്കാതെ ഇത്തരം ദുഷ്പ്രവണതകളെ ഇല്ലാതാക്കാനാകില്ല എന്നാണ് പലരും കുറിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.